നമുക്കിന്ന് എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 4 മുട്ട വേവിച്ച് തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റിയെടുക്കുകയാണ്. സവാള നീളത്തിലോ പൊടിയായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം കേട്ടോ. ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ എമൗണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഞാൻ ഇട്ട് ഇളക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്യുമ്പം വെന്തോളും, ആ മണമൊക്കെ നന്നായിട്ട് വന്നോളും. ഒരു പേസ്ട്രി പഫ് ഷീറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മളുണ്ടാക്കിയ മിക്സ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ട എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഈ 6 റെഡിയാക്കിയിട്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഞാൻ 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് കൊണ്ടുവയ്ക്കാൻ പോണത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പം നിങ്ങളും കൂടെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക്